ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നമ്മുടെ ടീച്ചിങ് വാക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ ഇതും എപ്പോഴും പറയുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഈ ആഗ്രഹമുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എത്തിക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ കാര്യം തന്നെ ആദ്യം പെട്ടെന്ന് പറയാം, പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിടാം. ഓക്കെ, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ. ഓക്കെ, അപ്പം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഗൾഫ് കൺട്രീസിലുള്ള ഒരു സ്കൂളാണെന്നുള്ള ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത് നിങ്ങൾ. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 2025. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കി, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദ. ഓക്കെ, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ ജിദ്ദ, എ CBSE affiliated senior secondary school under the patronage of Embassy of India to Saudi Arabia, imparts education to the children to Indian national from nursery to senior secondary through the ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, അപ്പം ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ, ഇന്ത്യൻ എംബസിയുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു CBSE സ്കൂളാണ് ജിദ്ദയിലുള്ള ഈ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ബോത്ത് മെയിലിനെയും ഫീമെയിലിനെയും ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ ക്ഷണിച്ചിട്ടുണ്ട്, PGT ക്ഷണിച്ചിട്ടുണ്ട്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിനെ ക്ഷണിച്ചിട്ടുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനെ PET ക്ഷണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ PRT പ്രൈമറി ടീച്ചറിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം TGT ഉണ്ട്, TGT ഉണ്ട്, അതുപോലെ തന്നെ PGT ഉണ്ട്, അതുപോലെ തന്നെ PET ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ PRT ഉണ്ട്, പ്രൈമറി ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദ സെലക്ഷൻ ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ വിൽ ബി കണ്ടക്ടഡ് ഇൻ ഡൽഹി ആൻഡ് അതർ മെട്രോ സിറ്റീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, എത്ര പേര് അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അത് ഡൽഹി പോലുള്ള മെട്രോ സിറ്റീസിലായിരിക്കും നടക്കുന്നത്. ത്രൂ IAS വഴിയായിരിക്കും നടക്കുന്നത്. ഓക്കെ, അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, നിങ്ങൾ അതുവഴി കയറി ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നോ അതർ മീൻസ് മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ്. ഓൺലി ഓൺലൈൻ വഴിയാണ്. ദ ഷെഡ്യൂൾ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ. നമ്മൾ 5/3/2025 ആരംഭിക്കുകയും 20 അവസാനിക്കുകയും ചെയ്യണം. 20/3 ഇന്നിപ്പോ 11 ഓക്കെ, 20/3/2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20 ഓക്കെ. ഇനി പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു കപ്പിൾസ്. പേ ആൻഡ് പെർക്ക് എന്താണ് ആപ്ലിക്കബിൾ ആസ് പെർ ദ യൂണിഫൈഡ് സർവീസ് റൂൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾസ് കിങ്ഡം ആസ് പെർ ദ അപ്രൂവൽ ഓഫ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി. അതായത് കപ്പിളായിട്ടുള്ളവർക്ക് അവിടെ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നുണ്ട്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ മാക്സിമം ഏജ് ടു അപ്ലൈ ദീസ് പൊസിഷൻ 50 years. 20/3/2025 50 വയസ്സ് തികയാത്ത ആർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. വയസ്സുണ്ട്, 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 20/3/2025 അതായത് ആപ്ലിക്കേഷൻ സബ്മിഷന്റെ ലാസ്റ്റ് ഡേയിൽ 50 വയസ്സ് വരെ തികയുന്ന, അതിനു മുമ്പുള്ള ആൾക്കാർക്ക് വരെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ വേക്കൻസിയും കാര്യങ്ങളും ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ കൊടുക്കാം. സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ കൊടുക്കാം. സാലറി 1 lakh ആണ്. 1 lakh സാലറി പ്ലസ് മറ്റേ അലവൻസസ് ആണ് ഇതിന്റെ സാലറി എന്നുള്ള. 1 lakh ആണ്. ഓക്കെ, 1 lakh ആണ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, 1 lakh ആണ് സാലറി എന്ന് പറയുന്നത്. ഇതിന്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് PRT ഹിന്ദി ആൻഡ് മാത്തമെറ്റിക്സ്. നമ്പർ ഓഫ് പോസ്റ്റ് 2+2 4 പോസ്റ്റ് ഉണ്ട്. അപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻസ് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്, സ്കൂൾ ടീച്ചിങ് സബ്ജക്ട്സ്, കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് ഇൻ അഗ്രിഗേറ്റീവ്. അതായത് ഹിന്ദി ഡിഗ്രി 50% മാർക്ക് വേണം. പിന്നെ CTET ഓർ സ്റ്റേറ്റ് ടെറ്റ് കേട്ടോ. CTET നിർബന്ധമില്ല. ഓക്കെ, ടെറ്റ് ഉണ്ടായിരുന്നാൽ മതി. കണ്ടക്ട് വിത്ത് CBSE അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഇൻ ദ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ്ലൈൻസ് ഫൗണ്ട് ബൈ NCT
for the purpose. Okay, next, competence to teach other English medium. English medium പഠിപ്പിക്കുവാനായിട്ടുള്ള capacity ഉണ്ടായിരിക്കണം. Not CTET or state TET are relaxable at the direction of the competent authority to the reason to be recorded in writing in case of candidates otherwise well qualified. അതായത് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസും വെൽ ക്വാളിഫൈഡും ആണെങ്കിൽ ഒരിക്കലും CTET-ഉം TET-ഉം ബാധകമല്ല. CTET TET ഇത് ബാധകമാകത്തില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും TET ബാധകമായിരിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. TET or CTET ബാധകമായിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. TET-ഉം CTET ഒന്നും ബാധകമല്ല. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, PRT പ്രൈമറി ടീച്ചർ ഹിന്ദി സെയിം അതേ കാറ്റഗറി തന്നെയാണ്. ബാക്കി വരുന്ന PGT മാത്സ് ഉണ്ട്, ഒരു പോസ്റ്റ് ആണ്. അതായത് 2 year ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ്, അതായത് MSc മാത്സ്, അതുപോലെ തന്നെ B.Ed. ഓക്കെ, MSc കോഴ്സ് B.Ed. പിന്നെ അതുപോലെ തന്നെ സെറ്റോ ടെറ്റോ നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് PGT ഫിസിക്സ് 2 പോസ്റ്റ് ഉണ്ട്. മാസ്റ്റർ ഡിഗ്രി അതും അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വളരെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. PGT മാത്സ്, PGT ഫിസിക്സ്, PGT ഇംഗ്ലീഷ്, PGT സ്കൂൾ കൗൺസിലർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാത്തമെറ്റിക്സ്, അപ്ലൈഡ് മാത്തമെറ്റിക്സ്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, പിന്നെ PGT ഇംഗ്ലീഷ് ആണെങ്കിൽ PG ഇംഗ്ലീഷ്, PGT കൗൺസിലർ ആണെങ്കിൽ സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. PGT കൊമേഴ്സ്, അക്കൗണ്ടൻസി, മാസ്റ്റർ ഡിഗ്രി, അത് വേണം. അടുത്ത PGT കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ MSc or MCA കമ്പ്യൂട്ടർ, PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ MBEd ആണ്, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. അപ്പൊ TET CTET ഒന്നും നിർബന്ധമാക്കുന്നില്ല. ജസ്റ്റ് PG പ്ലസ് നിങ്ങളുടെ അതാത് വിഷയത്തിലുള്ള PG പ്ലസ് B.Ed.ഉം ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. നിങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് TET-ഉം CTET ഒക്കെ ബാധകമാക്കും അവര്. ഓക്കെ, പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ആണെങ്കിൽ TET-ഓ CTET-ഓ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പം ഉള്ള പോസ്റ്റുകൾ PGT ഫിസിക്സ് 2 പോസ്റ്റ്, PGT ഇംഗ്ലീഷ് 2, PGT സ്കൂൾ കൗൺസിലർ 1, PGT കൊമേഴ്സ് 2 പോസ്റ്റ്, PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ 1, PGT കമ്പ്യൂട്ടർ സയൻസ് 1. ഇത്രയുമാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. എല്ലാത്തിനും PGTക്ക് എല്ലാത്തിനും PG പ്ലസ് B.Ed ആണ്. ഓക്കെ, CTET അല്ലെങ്കിൽ CTET ഓർ TET എന്ന് പറയുന്നത്, സ്റ്റേറ്റ് TET എന്ന് പറയുന്നത് ബാധകമായിരിക്കത്തില്ല. ഓക്കെ, ബാധകമായിരിക്കത്തില്ല എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് TGT-യിലേക്ക് വരുമ്പോഴത്തേക്ക് TGT നിങ്ങൾക്ക് വേണ്ടത് എല്ലാത്തിനും 50% മാർക്ക് വേണം കേട്ടോ. TGT-യിൽ മെയിൻ ആയിട്ട് അവിടെ ഓരോന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ആസ് പെർ സബ്ജക്ട്, ബാച്ചിലർ ഡിഗ്രി മാത്സ്, TGT മാത്സിന് ബാച്ചിലർ ഡിഗ്രി ആണ്. TGT ഫിസിക്കൽ എഡ്യൂക്കേഷനും അതിന്റെ ബാച്ചിലർ ആണ്. TGT സോഷ്യൽ സയൻസിന് അതിന്റെ ബാച്ചിലർ ആണ്. TGT സയൻസിന് ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അതേ നോംസ് തന്നെയാണ് വരുന്നത്. പിന്നെ TGT ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ഫൈനാൻസ് ഏറ്റവും കൂടുതൽ പോസ്റ്റ്, ഒരുപാട് പേര് ചോദിച്ച് അന്വേഷിച്ച പോസ്റ്റ് ആണ്. നോക്കിയോ 3 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇക്വലന്റ് റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ലൈക്ക് BFA ബാച്ചുലർ ഓഫ് ഫൈനാൻസ് ഓർ 5 years റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഇൻ ഡ്രോയിങ്, പെയിന്റിംഗ്, സ്കൾപ്ചർ, ഗ്രാഫിക്സ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ TGT മലയാളം ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പോസ്റ്റ്. മലയാളത്തിന് ഒരു പോസ്റ്റ് ഉണ്ട്. TGT സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ TGT ബയോളജി ഉണ്ട്, ബോട്ടണി, സുവോളജി, ബയോളജി ആൻഡ് കെമിസ്ട്രി. അതായത് TGT സയൻസും ഉണ്ട്, TGT സയൻസും ഉണ്ട് 2 പോസ്റ്റ്. അതുപോലെ തന്നെ TGT ബയോളജിക്ക് ഒരു പോസ്റ്റ് ഉണ്ട്, ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പം എല്ലാ പോസ്റ്റും ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, മാത്തമെറ്റിക്സ് ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ്, ഹിന്ദി, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, മലയാളം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ബയോളജി ആൻഡ് ഫിസിക്കൽ സയൻസ്. ഓക്കെ, TGT സയൻസുകാർക്കും അല്ലെ ഫിസിക്കൽ സയൻസുകാർക്കും TGT സയൻസ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ TGT ഫിസിക്കൽ സയൻസുകാർക്ക് സെപ്പറേറ്റ് പോസ്റ്റും വിളിച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി DC പ്ലസ് B.Ed ആണ്. DC പ്ലസ് B.Ed ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസൈറബിൾ ആയിട്ട് കമ്പ്യൂട്ടർ നോളജും പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ 50% മാർക്ക് PGT പോലെ തന്നെ PGTയും സെയിം ആണ്. PGT എന്ന് പറയുമ്പോഴത്തേക്കും B.Ed വേണം, PG വേണം,
50% മാർക്ക് വേണം. ഓക്കെ, ഇതുണ്ടായിരിക്കണം. പിന്നെ CTET ഓർ ടെറ്റ്, CTET ഓർ ടെറ്റ് നിങ്ങൾക്ക് അധിക ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, സ്റ്റേറ്റ് ടെറ്റ് ഓർ CTET അധിക ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു പരിഗണനയെ അല്ല. അതുകൊണ്ട് ടെറ്റ് ഇല്ലാത്തവരൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് candidates are also required to send their complete CV from the following documents: recruitment @iisjed.org എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് അയക്കാൻ പറയുന്നുണ്ട്. +2 സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പിന്നെ എല്ലാ പാർട്സിന്റെയും മാർക്ക് ലിസ്റ്റ് വേണം. കോപ്പി ഓഫ് BEd, കോപ്പി ഓഫ് വാലിഡ് പാസ്പോർട്ട്, അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ അത് മെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ അപ്പം തീർച്ചയായിട്ടും ഈ പുറത്തോട്ട് പോവാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർ, അല്ലെങ്കിൽ അതിനൊരു എഫിഷ്യൻസി ഉള്ളവർ, പാസ്പോർട്ടൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്, പുറത്താണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്കൂളാണ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംബസിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. 1 lakh പ്ലസ് സാലറിയാണ് വരുന്നത്. ഓക്കെ, നല്ല സാലറി. 1 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 ലക്ഷം അടുപ്പിച്ച് സാലറി വരും നിങ്ങൾക്ക് എല്ലാം പെർക്കെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക്. ടിക്കറ്റ് ഒക്കെ ഫ്രീ ആണ് നിങ്ങൾക്ക് ഇതിൽ. ഓക്കെ, പോകാനായിട്ടുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ്. അതിന്റെ ഈ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഇന്റർവ്യൂ അതായത് ആപ്ലിക്കൻസ് കുറവാണെങ്കിൽ ഇന്റർവ്യൂ കാണത്തുള്ളൂ, ആപ്ലിക്കൻസ് കൂടുതലാണെങ്കിൽ ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഇത് എല്ലാവരിലേക്കും, നിങ്ങളുടെ കൂട്ടുകാരിൽ പോകാനായിട്ട് നിൽക്കുന്ന കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കപ്പിൾസിനൊക്കെയാണ് മെജോറിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി. അതായത് രണ്ടുപേരും ടീച്ചർ പ്രൊഫഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഏജ് നിങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, 50 വർഷമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ RRB റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആവശ്യമുള്ളവർ RRB റെയിൽവേ ടീച്ചറിന്റെ കോച്ചിങ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫീസ് 599 ആണ്. HSA നാച്ചുറൽ സയൻസിന്റെ കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫീസ് 999 ആണ്. പിന്നെ LPUP ലോങ് ടേം, HSA ജനറൽ ക്ലാസിന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് വഴി അതിന്റെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ വഴി നിങ്ങൾക്ക് അത് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി ഷെയർ കൊടുക്കുക. അതിന് സാധ്യതയുള്ളവർ, ഇതിന് കപ്പാസിറ്റി ഉള്ളവർ, ഒരുപാട് നാളായിട്ട് മീൻസ് ഏജ് ഓവറായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോട്ടെ, അവർക്ക് ജോലി കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.